എരുമപ്പെട്ടിയിൽ പൊട്ടിവീണ വൈദ്യുതി കേബിൾ കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. തയ്യൂർ സ്വദേശി അൻസാറിനാണ് പരിക്കേറ്റത്. ചാലക്കുടി മേലൂരിൽ ഫർണിച്ചർ നിർമ്മാണശാലയിൽ അഗ്നിബാധ. ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ കത്തിനശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം. മുല്ലശ്ശേരിയിൽ ഭാരത് അരിയുടെ വിൽപ്പന പോലീസ് തടഞ്ഞു. പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് അരി വിൽപ്പന തടഞ്ഞത്. പെരുമാറ്റച്ചട്ട ലംഘനമെന്ന പോലീസ്. വള്ളിവട്ടം ബ്രാലത്ത് മകനെ പട്ടിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പിതാവ് അറസ്റ്റിൽ. ആലപ്പുഴ വീട്ടിൽ ബാബുവാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം പെങ്ങാമുക്ക് ബസ് സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 3.5 പതിറ്റാണ്ടോളം സർവീസ് നടത്തിയിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ് സർവീസാണ് നിലച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. എരുമപ്പെട്ടിയിൽ പൊട്ടിവീണ വൈദ്യുതി കേബിൾ കഴുത്തിൽ കുരുങ്ങി വീണ് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. തയ്യൂർ പൂക്കുന്നത്ത് വീട്ടിൽ അൻസാറിനാണ് പരിക്കേറ്റത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ബൈക്കിൽ വരികയായിരുന്ന അൻസാറിന്റെ കഴുത്തിൽ പൊട്ടിവീണ ഇലക്ട്രിക് വയർ കുരുങ്ങിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിയുകയായിരുന്നു. അൻസാർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് വരുന്നതിന് തൊട്ടു മുൻപ് വലിയ ടോറസ് ലോറി ഇതുവഴി കടന്നു പോവുകയും 5 സർവീസ് വയറുകൾ പൊട്ടുകയും ചെയ്തിട്ടുണ്ടെന്ന് KECB ഉദ്യോഗസ്ഥർ പറയുന്നു. പൊട്ടിയ ഇലക്ട്രിക് വയറുകൾ പുനഃസ്ഥാപിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അൻസാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അൻസാറിന്റെ വാരിയെല്ല് പൊട്ടിയിട്ടുണ്ട്. ചാലക്കുടി മേലൂരിൽ ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രത്തിൽ അഗ്നിബാധ. ലക്ഷങ്ങളുടെ നഷ്ടം. മേലൂർ നടത്തുരുത്ത് റോഡിൽ സെന്റ് തോമസ് ആശുപത്രിക്ക് സമീപം നെല്ലിക്കുളം വുഡ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിലാണ് തിങ്കളാഴ്ച പുലർച്ചെ 3:30 തീപിടുത്തമുണ്ടായത്. 2 മുറികളിലെ സാധന സാമഗ്രികളും നിർമ്മാണ യന്ത്രങ്ങളും കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഷീറ്റുകളും കത്തി നശിച്ചു. 3 അഗ്നിശമന യൂണിറ്റുകളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അഗ്നിബാധയുടെ കാരണം അറിവായിട്ടില്ല. മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഊരകത്ത് ഭാരത് അരി വിൽപ്പന നടത്താനുള്ള ശ്രമം പാവറട്ടി പോലീസ് തടഞ്ഞു. പരാതിയെ തുടർന്ന് പാവറട്ടി CI R രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് അരി വിൽപ്പന തടഞ്ഞത്. ഇത് BJP പ്രവർത്തകരും പോലീസും തമ്മിൽ തർക്കത്തിനിടയാക്കി. പഞ്ചായത്ത് 7-ാം വാർഡിൽ ഊരകത്ത് അടുത്ത വ്യാഴാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പഞ്ചായത്ത് അംഗമായിരുന്ന കോൺഗ്രസിലെ മോഹനൻ വാഴപ്പിള്ളി മരണപ്പെട്ടതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് അരി വിൽപ്പന തടഞ്ഞതെന്ന് പോലീസ് വ്യക്തമാക്കി. മുല്ലശ്ശേരിയിൽ ഭാരത് അരിയുടെ വിൽപ്പന പോലീസ് തടഞ്ഞത് ജനവിരുദ്ധമായ നടപടിയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. തൊട്ടടുത്ത വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് വില കൊടുത്ത ആളുകൾ അരി വാങ്ങാൻ പാടില്ലെന്ന് പറയുന്നത് എന്ത് നിയമം വെച്ചാണെന്ന് MLAയും പോലീസും വിശദീകരിക്കണം. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്ത് പണം നൽകി സാധനങ്ങൾ വാങ്ങാൻ പാടില്ലെന്ന വാദം വിചിത്രമാണ്. MLAയ്ക്ക് അറിവില്ലെന്ന് കരുതി പോലീസ് വിവരക്കേടിന് കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നുവെന്നും അനീഷ് കുമാർ പറഞ്ഞു. വള്ളിവട്ടം ബ്രാലത്ത് പട്ടിക കൊണ്ട് മകനെ അടിച്ചു കൊലപ്പെടുത്തിയ പിതാവ് അറസ്റ്റിൽ. ആലപ്പുഴ വീട്ടിൽ ബാബുവിനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ബാബുവിന്റെ മകൻ 39 വയസ്സുള്ള ബൈജുവാണ് മരിച്ചത്. ഈ മാസം 10-നാണ് സംഭവം. മദ്യപിച്ചെത്തിയ ബൈജുവും ബാബുവും തമ്മിൽ തർക്കത്തിലാവുകയും ബാബു മകനെ പട്ടിക കൊണ്ട് തലയ്ക്കടിക്കുകയുമായിരുന്നു. പരിക്കേറ്റ ബൈജുവിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. തിരുവനന്തപുരം പെങ്ങാമുക്ക് ബസ് സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 3.5 പതിറ്റാണ്ടോളം സർവീസ് നടത്തിയിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ് സർവീസ് നിലച്ചതോടെ നിരവധി പരാതികളാണ് ഉയരുന്നത്. 1982-ൽ ആരംഭിച്ച സർവീസ് കോവിഡ് കാലത്താണ് നിർത്തിയത്. പിന്നീട് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പുനരാരംഭിച്ചെങ്കിലും സർവീസ് വീണ്ടും നിലച്ചു. പുലർച്ചെ 5 മണിക്ക് പെങ്ങാമുക്കിൽ നിന്നും ആരംഭിക്കുന്ന ബസ് 12 മണിയോടെ തലസ്ഥാനത്തെത്തിയിരുന്നു. ഉച്ചയ്ക്ക് 2-ന് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട് രാത്രി 10:30-ന് പെങ്ങാമുക്കിൽ തിരിച്ചെത്തും. ചിറക്കൽ പെങ്ങാമുക്ക് ഭാഗത്തേക്ക് ഇപ്പോൾ 9-ന് ശേഷം ബസ് സർവീസ് ഇല്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട്. ബസ് സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പെരുന്തുരുത്തി സ്വദേശി സോണി മോൻ നവകേരള സദസ്സിലും ഗതാഗത മന്ത്രിക്കും പരാതി നൽകിയിരുന്നു. കൊടകര കൊപ്രക്കളത്ത് കാറിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. ആനത്തലം സ്വദേശി മരുട്ടിക്കൽ 58 വയസ്സുള്ള ഹരിയാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് ബൈക്ക് യാത്രക്കാരനായ മാള സ്വദേശി റോയിക്കും പരിക്കേറ്റു. ഇയാളെ ചാലക്കുടിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. ചാലക്കുടി കൂടപ്പുഴയിൽ ഭാര്യയുടെ ദേഹത്ത് ഭർത്താവ് തിന്നർ ഒഴിച്ച് തീ കൊളുത്തി. ദേഹമാസകലം പൊള്ളലേറ്റ മാഞ്ഞൂരാൻ ലിൻസിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭർത്താവ് ബൈജു ഒളിവിലാണ്. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. കുടുംബ കലഹമാണ് കാരണമെന്ന് പോലീസ് പറഞ്ഞു.
തൃക്കൂർ പഞ്ചായത്തിലെ പാലക്കപ്പറമ്പിൽ പുറമ്പോക്ക് ഭൂമി കയ്യേറിയാണ് കെട്ടിടം പണിയുന്നതെന്ന് ആരോപിച്ച് പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങളും ഇടത് നേതാക്കളും ചേർന്ന് കെട്ടിട നിർമ്മാണം തടഞ്ഞു. പുറമ്പോക്ക് ഭൂമി കയ്യേറിയാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് കാട്ടി പ്രതിപക്ഷാംഗങ്ങൾ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിരുന്നുവെന്നും തുടർന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നതായും ഇടത് നേതാക്കൾ പറയുന്നു. വീണ്ടും 3 കെട്ടിടങ്ങളാണ് ഇവിടെ പണിയുന്നത്. പഞ്ചായത്തിന്റെ തൊട്ടു മുൻപിൽ നടക്കുന്ന നിർമ്മാണം ഭരണകക്ഷി അംഗങ്ങളുടെ മൗനാനുവാദത്തോടെയാണെന്നാണ് CPM ആരോപണം. കപിൽ രാജ്, KS റോസൽ രാജ്, TM രാജേഷ്, വൈശാഖ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പ്രസിദ്ധമായ മച്ചാട് മാമാങ്കത്തിന് നാടൊരുങ്ങി. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കുതിര എഴുന്നള്ളിപ്പുകൾക്ക് തുടക്കമാകും. കുംഭക്കുടം അകമ്പടിയോടെയാണ് എഴുന്നള്ളിപ്പുകൾ നടക്കുന്നത്. വിരുപ്പാക്ക, മണലിത്തറ, കരുമത്ര ദേശങ്ങളിൽ നിന്നുള്ള ദേശക്കുതിരകളെ തോളിലേറ്റി തട്ടകക്കാർ ആർപ്പുവിളികളോടെ കൊയ്തൊഴിഞ്ഞ വയലുകളിലൂടെ കുമരം കിണറ്റിങ്കര ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് പാർലിക്കാട്, മംഗലം കുതിരകളും എത്തിയതിനു ശേഷം ക്ഷേത്ര കുതിരകൾക്കൊപ്പം തിരുവാണിക്കാവ് ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്ത് എത്തും. ഉച്ചയ്ക്ക് 2:30 പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം നടക്കും. വൈകിട്ട് 5:30 മാമാങ്കത്തിന്റെ ഏറ്റവും ആകർഷണീയമായ ക്ഷേത്ര പ്രദക്ഷിണം വെച്ചുകൊണ്ടുള്ള കുതിരക്കളി നടക്കും. എഴുന്നള്ളിപ്പ് കുതിരകളെയും കൊണ്ട് തട്ടകക്കാർ ആർപ്പുവിളികളോടെ ക്ഷേത്രം വലം വയ്ക്കും. തുടർന്ന് ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തായി ഒരുക്കിയ ഉയരമുള്ള പന്തലിൽ കുതിരകളെ മേലേക്ക് ഉയർത്തുന്നത് ആവേശകരമായ കാഴ്ചയാണ്. ഇതോടൊപ്പം ക്ഷേത്രം വലം വെച്ചുള്ള ഹരിജൻ വേലയും കുംഭക്കുടം എഴുന്നള്ളിപ്പും ആണ്ടിയും പൂതനും തിറയും നടക്കും. ലഭ്യത കുറഞ്ഞതിനെ തുടർന്ന് മീനിന് വിലയേറി. അഴീക്കോട് കേന്ദ്രീകരിച്ചുള്ള ജില്ലയിലെ മത്സ്യബന്ധന മേഖലയിൽ തൊഴിലില്ലായ്മ പിടിമുറുക്കുകയാണ്. കഴിഞ്ഞ ഏതാനും നാളുകളായി ചാള ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളുടെ ലഭ്യത വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട്. പലയിനം മത്സ്യങ്ങളും കിട്ടാനാകാത്ത അവസ്ഥയാണ്. കടലിൽ മത്സ്യക്ഷാമം രൂക്ഷമാണെന്ന് തൊഴിലാളികൾ പറയുന്നു. അഴീക്കോട് മേഖലയിൽ നിന്നും മത്സ്യബന്ധനം നടത്തുന്ന യന്ത്രവൽകൃത ബോട്ടുകളിൽ 3-1 മാത്രമാണ് കടലിൽ ഇറങ്ങുന്നത്. ഇന്ധന ചെലവ് പോലും കിട്ടാത്ത സാഹചര്യത്തിൽ ഒട്ടുമിക്ക ബോട്ടുകളും വിശ്രമത്തിലാണ്. പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. കടലിൽ വറുതിയായതോടെ മീനിന് വിലയേറുകയാണ്. മുൻ നാളുകളെ അപേക്ഷിച്ച് ഇരട്ടി വിലയാണ് മത്സ്യത്തിന്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ കലശ ചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശാഭിഷേകം നടന്നു. ബ്രഹ്മകലശാഭിഷേകത്തോടെ 8 ദിവസമായി നടക്കുന്ന കലശ ചടങ്ങുകൾ സമാപിക്കും. തന്ത്രി ചേന്നാസ് സതീശൻ നമ്പൂതിരിപ്പാട് തത്വകലശാഭിഷേകവും ഉച്ചപൂജയും നിർവഹിച്ചു. തന്ത്രി ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് തത്വകലശ പൂജ നടത്തി. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ശ്രീകാന്ത് നമ്പൂതിരിപ്പാട് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. സഹസ്ര കലശത്തിന് മുന്നോടിയായി 975 വെള്ളിക്കുംഭങ്ങളിലും 26 സ്വർണ്ണക്കുംഭങ്ങളിലും കലശദ്രവ്യങ്ങളും ജലവും നിറച്ച് പൂജ നടത്തി. തുടർന്ന് സഹസ്ര കലശത്തിന് ഗുരുവായൂരപ്പനോട് അനുവാദം ചോദിക്കുന്ന അനുജ്ഞ ചടങ്ങും നടന്നു. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം ആഘോഷിച്ചു. പീലിക്കാവടികളും പൂക്കാവടികളും തലയെടുപ്പുള്ള ഗജവീരന്മാരും വാദ്യമേളങ്ങളും ഒത്തുചേർന്നൊരുക്കിയ വർണ്ണോത്സവത്തിൽ പങ്കാളികളാകാൻ ആയിരങ്ങളാണ് ചെമ്പൂച്ചിറയിലെത്തിയത്. നുലുവള്ളി ദേശത്തിന്റെ പഞ്ചവാദ്യത്തിനും മേളത്തിനും ചേന്ദമംഗലം രഘുമാരാരും, ചെമ്പൂച്ചിറ ദേശത്തിന്റെ മേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാരും, ചെറുശ്ശേരി കുട്ടന്മാരാരും, പഞ്ചവാദ്യത്തിന് ചെറുശ്ശേരി ശ്രീകുമാറും പ്രാമാണികത്വം വഹിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി ഡോക്ടർ കാരുമാത്ര TS വിജയൻ, മേൽശാന്തി നിത്യാനന്ദൻ കുമാർ, കീഴ്ശാന്തി നിഖിൽ എന്നിവർ കാർമ്മികരായി. കുറുമാലിപ്പുഴയിലെ മറ്റത്തൂർ ആറ്റപ്പള്ളിയിലുള്ള കുളിക്കടവിൽ മുങ്ങിമരണം വർദ്ധിക്കുന്നു. 3 വർഷത്തിനിടെ 3 പേരാണ് ഇവിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. മറ്റത്തൂർ കാവനാട് ശുദ്ധജല പദ്ധതിയുടെ ആറ്റപ്പള്ളിയിലുള്ള പമ്പ് ഹൗസിന് സമീപത്താണ് കടവുള്ളത്. കടവിൽ നിന്ന് 50 മീറ്ററോളം മാത്രം താഴെയാണ് ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ്. അതിനാൽ തന്നെ കടവിനോട് ചേർന്നുള്ള ഭാഗത്ത് ആഴം കൂടുതലാണ്. ശക്തമായ അടിയൊഴുക്കും ഇവിടെയുണ്ട്. കടവിൽ പുഴയിലേക്കിറങ്ങാനായി 12ഓളം പടവുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കൈവരികളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഇവിടെയില്ല. ആറ്റപ്പള്ളി പുഴ കാണുമ്പോൾ വളരെ ശാന്തമായിട്ടൊരു പുഴയാണ്. പക്ഷെ ഉള്ളിലിറങ്ങുമ്പോഴാണ് അടിയൊഴുക്കുകളും കാര്യങ്ങളായിട്ട്. ഒരു 3 വർഷത്തിനുള്ളിൽ 3 പിള്ളേരാണ് അവിടെ മരിച്ചത്. ആ പുഴയുടെ കൈവരി കെട്ടി സംരക്ഷിക്കുക, അതുപോലെ തന്നെ ഒരു സൂചനാ ബോർഡ് വെക്കുക. അങ്ങനെ ചെയ്താൽ കുറേയൊക്കെ അപകടം ഒഴിവാക്കുക. ഇനി മഴക്കാലമാണ് വരുന്നത്. ഇതിലും കൂടുതൽ പിള്ളേർ ഇവിടെ കുളിക്കാനും കളിക്കാനുമായിട്ട് കണ്ടമാനം പിള്ളേർ വേനൽക്കാലം ആയതുകൊണ്ട് ഇവിടെ വരുന്നുണ്ട്. പഞ്ചായത്ത് അധികാരികൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഒരു കൈവരി കെട്ടോ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കടവും പരിസരവും ശാന്തമായ സ്ഥലമായതിനാൽ ധാരാളം പേർ ഇവിടെ വന്നിരിക്കാറുണ്ട്. വേനൽക്കാലത്ത് ചൂടിൽ നിന്ന് ആശ്വാസം തേടി ദൂരസ്ഥലങ്ങളിൽ നിന്ന് ആറ്റപ്പള്ളി കടവിൽ എത്തുന്നവരുമുണ്ട്. കടവിലെ പടവുകളിൽ ഇറങ്ങുന്നവർക്ക് ചെറിയ അശ്രദ്ധയുണ്ടായാൽ പോലും കാൽവഴുതി പുഴയിലെ ആഴമുള്ള ഭാഗത്തേക്ക് വീഴും. അടുത്ത കാലത്ത് ഇവിടെ നടന്ന മരണങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അപകടമരണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആറ്റപ്പള്ളിക്കടവിലെ പടവുകളുടെ വശങ്ങളിൽ സുരക്ഷാ വേലിയും മുന്നറിയിപ്പ് ബോർഡും എത്രയും വേഗം സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV കൊടകര.
സംസ്ഥാനത്തെ മികച്ച നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫി ഗുരുവായൂർ നഗരസഭ ഏറ്റുവാങ്ങി. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനൂജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവർ ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. 50 ലക്ഷം രൂപയും ട്രോഫിയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പെരിഞ്ഞനം കൊറ്റംകുളത്തിൽ മീനുകൾ ചത്തുപൊന്തിയ നിലയിൽ. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള രാസപദാർത്ഥം കുളത്തിൽ കലർന്നതാകാമെന്ന് പരിസരവാസികൾ പറഞ്ഞു. പഞ്ചായത്ത് അധികൃതർ കുളത്തിലെ വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചു. പട്ടികജാതി വർഗ ഏകോപന സമിതി ദേശീയ പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥം തൃപ്രയാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി NR സന്തോഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് VN വിനോദ് അധ്യക്ഷനായി. കേരള പുലയർ മഹാസഭ സംസ്ഥാന ട്രഷറർ CA ശിവൻ, പട്ടികജാതി വർഗ ഏകോപന സമിതി പ്രവർത്തക സമിതി അംഗം MS ദിനേശൻ, AR സന്ധ്യ, TD ഷീല എന്നിവർ സംസാരിച്ചു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ KSKTU ചാഴൂരിൽ സംഘടിപ്പിച്ച ജനകീയ സംഗമം കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. KR പ്രജിത്ത് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം AS ദിനകരൻ, KC രമേശ്, KK അനിൽ, VR ബിജു, NG ജയരാജ് എന്നിവർ സംസാരിച്ചു. താന്യത്ത് KSKTU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. സിബിൻ C ബാബു അധ്യക്ഷനായി. തെക്കിങ്കര പഞ്ചായത്ത് മേപ്പാടം പുന്നംപറമ്പ് കോളനി സമഗ്ര വികസനം പൂർത്തിയാക്കിയ പ്രവൃത്തിയുടെ ഉദ്ഘാടനം മന്ത്രി K രാധാകൃഷ്ണൻ നിർവഹിച്ചു. സേവർ ചെറ്റിലപ്പള്ളി MLA അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. ആറാട്ടുപുഴ പൂരത്തിന്റെ കൈപ്പന്തത്തിനുള്ള തുണി ഒരുക്കി തുടങ്ങി. തിരുപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന 200 കിലോ തുണി മന്ദാരംകടവിൽ വെച്ച് പുഴുങ്ങി അലക്കുന്ന പണികളാണ് ആരംഭിച്ചത്. വലിയ 2 ചെമ്പുകളിൽ കാരവും സോപ്പും ഉപയോഗിച്ച് പുഴുങ്ങിയ തുണികൾ കൽപ്പടവുകളിൽ തല്ലിത്തിരുമ്പി. തുണിയിലെ കഞ്ഞിപ്പശ ഒഴിവാക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്തരം തുണികൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന കൈപ്പന്തങ്ങൾ കൂടുതൽ തെളിമയോടെ കൂടുതൽ സമയം കത്തും. തുണികൾ ക്ഷേത്രമുറ്റത്തിട്ട് ഉണക്കി സൂക്ഷിക്കും. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ 50ഓളം യുവാക്കളാണ് ഇതിൽ പങ്കാളികളായത്. 2 ഒറ്റപ്പന്തങ്ങളും 2 മുപ്പന്തവും 18 ആറുനാഴി പന്തങ്ങളുമാണ് ആറാട്ടുപുഴ ക്ഷേത്രത്തിലുള്ളത്. ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര വിളക്കിനാണ് ആദ്യമായി പന്തം കത്തിക്കുന്നത്. തുടർന്ന് പെരുവനം പൂരം, ആറാട്ടുപുഴ തറയ്ക്കൽ പൂരം, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലും പന്തം കത്തിക്കും. ശാസ്താവിന്റെ തിരുമുമ്പിൽ ഒറ്റപ്പന്തവും അതിന് പിന്നിലായി മുപ്പന്തവും, മുപ്പന്തത്തിന് ഇരുവശങ്ങളിലും 6 നാഴി പന്തങ്ങളുമാണ് പിടിക്കുക. ഓടിൽ തീർത്ത പന്തത്തിന്റെ നാഴികൾ ഓരോ വർഷവും പോളിഷ് ചെയ്യും. മുല്ലമുട്ടിന്റെ ആകൃതിയിൽ പന്തങ്ങൾ ചുറ്റുന്നതിനായി 1 നാഴിക്ക് 1/2 കിലോ തുണി വേണ്ടിവരും. വെളിച്ചെണ്ണയിലാണ് പന്തം കത്തിക്കുന്നത്. ആദ്യകാലത്ത് വൃശ്ചികത്തിൽ വെളിച്ചെണ്ണ ആട്ടി വലിയ ഭരണികളിലാക്കി നെല്ലിട്ട് സംഭരിച്ചു വയ്ക്കാറുണ്ടായിരുന്നു. ഇതിൽ നിന്നും തെളിഞ്ഞു കിട്ടുന്ന വെളിച്ചെണ്ണയാണ് പന്തം കത്തിക്കാൻ ഉപയോഗിക്കാറ്. ഊരകം MS ഭരതന്റെ നേതൃത്വത്തിൽ ആറാട്ടുപുഴ ക്ഷേത്ര പത്തായപ്പുരയിൽ വെച്ചാണ് കൈപ്പന്തങ്ങൾ ഒരുക്കുക. TCB ചേർപ്പ്. മാള പൂപ്പത്തി ഗ്രാമം നെഞ്ചിലേറ്റുന്ന കലാകായികമേളയായ സോയൂസ് സ്റ്റാർ സോക്കർ ഫെസ്റ്റിന് ഒരിടവേളയ്ക്ക് ശേഷം ആരവം ഉയരും. സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരങ്ങളാണ് ഫെസ്റ്റിന് എത്താറുള്ളത്. എല്ലാ ദിവസവും ഫുട്ബോൾ മത്സരത്തിന് മുൻപ് 1 മണിക്കൂറോളം വിവിധ കലാപരിപാടികളും നടത്താറുണ്ട്. 2018 പ്രളയത്തിന് ശേഷമുള്ള ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഫെസ്റ്റിന് തുടക്കമാകുന്നത്. കൊയ്ത്ത് കഴിഞ്ഞ കട്ടപ്പാടം പുൽമൈതാനമാക്കിയാണ് മേളയൊരുക്കുന്നത്. ഫ്ലഡ് ലൈറ്റ് സൗകര്യത്തോടെ ഉന്നത നിലവാരത്തിലുള്ള മൈതാനമാക്കി പാടത്തെ മാറ്റുന്നത് 1.5 മാസത്തെ പ്രയത്നത്തിലൂടെയാണ്. സ്വന്തമായി മൈതാനമില്ലാത്ത പുയ്യ പഞ്ചായത്തിൽ 100 കണക്കിന് പേരുടെ ശ്രമത്തിലാണ് പുൽമൈതാനം ഒരുക്കുന്നത്. ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയുടെ ഭാഗമായുള്ള പ്രധാന ആചാരമായ പുല്ലുവേലയ്ക്ക് തുടക്കമായി. കാളിദേവിയെ സ്വീകരിച്ചിരുത്തുന്നതിനുള്ള പന്തലിൽ മേൽക്കൂര മേയാനുള്ള പുല്ല് ശേഖരിക്കുന്നതിനായാണ് ക്ഷേത്രത്തിൽ നിന്നും സംഘം പുറപ്പെട്ടത്. കാട് കയറി പുല്ല് പറിച്ചുകൊണ്ടുവന്നാണ് ദേവിക്കായുള്ള മേൽക്കൂര ഒരുക്കുന്നത്. വ്രതാനുഷ്ഠാനങ്ങളുടെ ദേവിയുടെ ഉദ്യാനമായി കണക്കാക്കുന്ന കാനനത്തിൽ നിന്നും പുല്ല് ശേഖരിച്ച് തിരിച്ചുവരും. തുടർന്ന് പുല്ല് തരംതിരിച്ച് കെട്ടി കാളികണ്ഠത്തിൽ സൂക്ഷിക്കുകയും ചെയ്യും. അടുത്ത ദിവസം ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതോടെ പുല്ലുവേലയ്ക്ക് സമാപനമാകും. അരിമ്പൂർ ചാലാടി പഴംകോൾ പാടശേഖരത്തിൽ നടത്തിയ എള്ള് കൃഷി വിളവെടുപ്പിന് പാകമാകുന്നു. CPMന്റെ സംയോജിത കൃഷിയുടെ ഭാഗമായി കേരള കർഷക സംഘം അരിമ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ എള്ള് കൃഷിയാണ് വിളവെടുപ്പിന് പാകമാകുന്നത്. 15 ദിവസം കഴിഞ്ഞാൽ വിളവെടുക്കുന്ന എള്ള് ആട്ടി എണ്ണയാക്കി അരിമ്പൂർ പഞ്ചായത്തിന്റെ ഇക്കോ ഷോപ്പിലൂടെ വിതരണം ചെയ്യുമെന്ന് കർഷക സംഘം പ്രവർത്തകർ പറഞ്ഞു.
46ാമത് സംസ്ഥാന പഞ്ചഗുസ്തി മത്സരത്തിൽ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി മെഡലുകൾ നേടിയ വടക്കാഞ്ചേരി നഗരസഭ 38ാം ഡിവിഷനിലെ പി രാജീവ് മുണ്ടത്തിക്കോടിനെ ഡിവിഷൻ വികസന സമിതി ആദരിച്ചു. ഡിവിഷൻ കൗൺസിലർ കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ പൊന്നാട അണിയിച്ചു. മാധവൻ നായർ വെള്ളത്തിരി, സച്ചിദാനന്ദൻ മാരാത്ത് എന്നിവർ സംസാരിച്ചു. മുട്ടിക്കൽ 333 ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ജയപ്രകാശ് മെമ്മോറിയൽ ടൂർണമെന്റ് എരുമപ്പെട്ടിയിൽ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം MK ജോസ് ഉദ്ഘാടനം ചെയ്തു. മെമ്പർ സുധീഷ് പറമ്പിൽ മുഖ്യാതിഥിയായി. ഗ്രൂപ്പ് ഭാരവാഹികളായ ലെബിൻ, ശ്യാം, ലെനിൻ, സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പൈങ്കുളം 1ാം മൈലീസിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഏക്കറോളം അടിക്കാടുകൾ കത്തിനശിച്ചു. ശക്തമായ കാറ്റിൽ തീ വ്യാപകമായി ആളിപ്പടരുകയായിരുന്നു. ഷൊർണൂർ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. കൃഷിവകുപ്പിന്റെയും ഹോർട്ടികോർപ്പ് മിഷന്റെയും സഹകരണത്തോടെ മുറ്റിച്ചൂരിൽ സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ സ്ഥലത്ത് നടത്തിവന്നിരുന്ന തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. മാർ ആൻഡ്രൂസ് താഴത്ത് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി അധ്യക്ഷനായിരുന്നു. മുൻ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിന നന്ദൻ, വാർഡംഗം ശാന്ത സോളമൻ എന്നിവർ പങ്കെടുത്തു. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ പ്രധാന ഉത്സവം ആഘോഷിച്ചു. 7 ആനകളെ അണിനിരത്തി രാവിലെ ശീവേലിയും വൈകിട്ട് കാഴ്ചശീവേലിയും നടന്നു. പെരുവനം കുട്ടന്മാരാർ നയിച്ച പഞ്ചാരി മേളത്തിൽ 107 കലാകാരന്മാർ പങ്കെടുത്തു. ഉത്സവത്തിന്റെ ഭാഗമായി ആനയൂട്ടും ഉണ്ടായിരുന്നു. ജീവകാരുണ്യ സംഘടനയായ പൂവത്തൂർ ജെന്റിൽമെൻസ് ക്ലബ്ബ് നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറി. മുല്ലശ്ശേരി പഞ്ചായത്തിലെ 15ാം വാർഡിൽ കല്ലെട്ടുകുഴിയിൽ കുഞ്ഞുമോളുടെ കുടുംബത്തിനാണ് സ്നേഹഭവനം കൈമാറിയത്. താക്കോൽദാന ചടങ്ങ് മുരളി പെരുന്നില്ലി MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ജെയിംസ് ആന്റണി അധ്യക്ഷനായി. ജനപ്രതിനിധികളായ ഷാജൻ, ബെന്നി ആന്റണി, KP ആലി, ഷീബ വേലായുധൻ, ക്ലബ്ബ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് PT ഫ്രാൻസിസ്, PK ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. കീഴ്പള്ളിക്കര ശ്രീ നാരായണംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്ര മേൽശാന്തി പൈക്കാട്ട് മനക്കൽ സനിൽ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാലക്കാട് മുരളീധരൻ പെരിഞ്ചേരിയുടെ ഭക്തി പ്രഭാഷണവും ഉണ്ടായിരുന്നു. വൃക്കരോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന തോട്ടം തൊഴിലാളിയായ യുവാവ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ മുരുക്കുങ്ങൽ പുത്തനോളി കുരുക്കൾ വീട്ടിൽ 35 വയസ്സുള്ള KK ഷിഹാബാണ് ചികിത്സാ സഹായം തേടുന്നത്. അമ്മയും ഭാര്യയും 4ലും 6ലും പഠിക്കുന്ന 2 ചെറിയ മക്കളും അടങ്ങുന്ന കുടുംബത്തിന് താങ്ങാവുന്നതിൽ അപ്പുറമാണ് ചികിത്സാ ചിലവ്. 20 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി മറ്റത്തൂർ പഞ്ചായത്തിലെ 4ാം വാർഡ് മെമ്പർ ഗീത ജയൻ ചെയർപേഴ്സണായി ഷിഹാബ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. മറ്റത്തൂർ പഞ്ചായത്തിലെ 4ാം വാർഡിൽ കുരുക്കൽ കുഞ്ഞൻ മകൻ ഷിഹാബ് വൃക്കകളും തകരാറിലായി ബുദ്ധിമുട്ടുകയാണ്. അദ്ദേഹത്തിന് 2 കിഡ്നികളും മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയയ്ക്ക് ഏകദേശം 20 ലക്ഷം രൂപ ചിലവ് വരും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഷിഹാബ് എന്ന ചെറുപ്പക്കാരനെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നാം ഓരോരുത്തർക്കും കൈകോർക്കാം. ഉദാരമതികൾക്ക് ഫെഡറൽ ബാങ്കിന്റെ കോടാലി ശാഖയിൽ 170100094896 എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ അയക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. എരുമപ്പെട്ടിയിൽ പൊട്ടിവീണ വൈദ്യുതി കേബിൾ കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. തയ്യൂർ സ്വദേശി അൻസാറിനാണ് പരിക്കേറ്റത്. ചാലക്കുടി മേലൂരിൽ ഫർണിച്ചർ നിർമ്മാണശാലയിൽ അഗ്നിബാധ. ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ കത്തിനശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം. മുല്ലശ്ശേരിയിൽ ഭാരത് അരിയുടെ വിൽപ്പന പോലീസ് തടഞ്ഞു. പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് അരി വിൽപ്പന തടഞ്ഞത്. പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് പോലീസ്. വള്ളിവട്ടം ബ്രാലത്ത് മകനെ പട്ടിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പിതാവ് അറസ്റ്റിൽ. ആലപ്പുഴ വീട്ടിൽ ബാബുവാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം പെങ്ങാമുക്ക് ബസ് സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 3.5 പതിറ്റാണ്ടോളം സർവീസ് നടത്തിയിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് സർവീസാണ് നിലച്ചത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.